ഹലോ എല്ലാവർക്കും നമ്മളുടെ ഒരു ഓണം വ്ളോഗിലേക്ക് സ്വാഗതം. ഓണം കഴിഞ്ഞിട്ട് ഇന്നൊരു ദിവസമായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ലേ? എല്ലാവരും നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ടിട്ട് നല്ല ഹാപ്പി ആയിട്ട് വീട്ടിൽ ഓണം കൂടിയിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് സദ്യ ഉണ്ടാക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. കാരണം ഇതേ കണ്ടില്ലേ, ഞങ്ങൾക്ക് അന്ന് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മളുടെ കുടുംബത്തിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ സദ്യ ഉണ്ടാക്കൽ പരിപാടി ഒന്നും നടപ്പിലായിട്ടുണ്ടായില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കല്യാണത്തിന് കൂടാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ കല്യാണത്തിന് പോയിട്ട് നമ്മളുടെ റിലേറ്റീവ്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു വിശേഷങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലേ, നിങ്ങളെല്ലാവരും നല്ല സദ്യയൊക്കെ ഉണ്ടപ്പോഴേ നമുക്കിവിടെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മൾ മുസ്ലിംസിൻ്റെ കല്യാണത്തിന് മെയിനായിട്ടും ബിരിയാണിയിലായിരിക്കുമല്ലോ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. ബിരിയാണി തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും കഴിച്ചത്. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് ഓണം കഴിഞ്ഞില്ലല്ലോ, അങ്ങോട്ട് ഓണത്തിൻ്റെ ഓരോ വിശേഷങ്ങളുണ്ടല്ലോ. എന്നേരം നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ പെണ്ണിനെ ചെക്കനെയും കാണിച്ചു തരാൻ മറന്നു കേട്ടോ. അങ്ങനെ നിക്കാഹിൻ്റെ പരിപാടിയും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ ഫാമിലി എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ കുതിരപ്പന്തി ഫാമിലിയാണ്. നമ്മളുടെ ഫാമിലി എല്ലാ കല്യാണത്തിന് ശേഷം നമ്മളുടെ ഫാമിലിയിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു. ബിരിയാണി കഴിച്ച ക്ഷീണം കൊണ്ട് ഇതേ വീട്ടിൽ വന്ന് കുറച്ച് നേരം നല്ല AC ഒക്കെ ഇട്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. മോനും നന്നായിട്ട് ഉറങ്ങി. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾ ഉറങ്ങി. കാരണം ഓണാണല്ലോ, സദ്യ കഴിക്കാൻ പറ്റില്ല, പുറത്ത് പോയിട്ടൊന്ന് എൻജോയ് ചെയ്യണം. അങ്ങനെ റെസ്റ്റിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊല്ലം ആശ്രമ മൈതാനത്ത് വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സർക്കസും എക്സിബിഷൻസും അല്ലാണ്ട് ഈ 360 ഡിഗ്രി ഷോയും അങ്ങനെ കുറേ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഓണമായിട്ട് ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ എത്തിയപ്പോൾ തന്നെ 7 മണിക്കുള്ള ഷോയ്ക്കാണ് നമ്മൾ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വാപ്പാക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ടും ഞങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളോട് കയറി കണ്ടോളാൻ പറഞ്ഞു. വാപ്പ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് സർക്കസ് 7 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ കുഞ്ഞിലെന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായത്തിൽ 3-4 അങ്ങോട്ട് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓർമ്മയിലേ ഇല്ല എന്തായിരുന്നു എന്നുള്ളതൊന്നും. അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു സർക്കസിൻ്റെ ഇത് കാണാം എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് മ്യൂസിക്കോടുകൂടി അതിനകത്ത് കാണിക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണാത്തവരുണ്ടായിരിക്കുമല്ലോ സർക്കസ്. അപ്പോൾ അങ്ങനെയുള്ളവർ ജസ്റ്റ് റിയലായിട്ട് ഞാൻ പിടിച്ചതൊക്കെ ഒന്ന് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട്. സർക്കസിൻ്റെ മുഴുവൻ ക്ലിപ്സ് എനിക്ക് ഇതിനകത്ത് ഇടാൻ പറ്റിയില്ല, കാരണം നല്ല ലെങ്ത് ആയി പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് പാർട്സ് മാത്രമേ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ മുഴുവിപ്പിക്കാൻ നിന്നില്ല. ഞങ്ങളൊരു പാതി, അതായത് 7 മണിക്ക് കയറി ഒരു 8:15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഫുള്ള് ക്രൗഡായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തീരുന്ന സമയത്ത് ഇറങ്ങാൻ നിന്നാൽ കുട്ടിയെ കൊണ്ടിട്ട് അതിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പാടായിരിക്കും. അതല്ല ഇത്രയും തന്നെ ലേറ്റ് ആയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള എക്സിബിഷൻ കൂടെ കാണാൻ കയറാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പാതിക്കായപ്പോഴത്തേക്ക് ഇറങ്ങിയത്. അതല്ല 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ബോറടിച്ച് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു 360 ഡിഗ്രി ഷോ എന്നും പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ 3D ഒക്കെ കാണുമല്ലേ ഗ്ലാസ് വെച്ചിട്ട്, അതിന് തന്നെ 360 എന്നും പറഞ്ഞിട്ടുള്ള ഇത്. അപ്പോൾ അതിൽ കയറാൻ ചോദിച്ചു. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ടിക്കറ്റ്. പിന്നെ സർക്കസിന് 250 രൂപയായിരുന്നു ഒരാൾക്കുള്ള ചാർജ്. ഇത് പക്ഷേ ഗ്ലാസ് ഒന്നും വെച്ചിട്ട് കാണുന്ന 3D അല്ല, അല്ലാണ്ട് ഒരു ഗ്ലോബിൻ്റെ കണക്ക് വലിയ റൗണ്ട് ഒരു സംഭവം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ട് ആ റൗണ്ട് ഫുള്ളും ഇത് വെച്ചേക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലാവുണ്ടല്ലോ, ഇത് ഫുള്ള് സ്ക്രീനാണ് കേട്ടോ. അതിലാണ് നമ്മൾ ഈ ഒരു 360 ഡിഗ്രി കാണാൻ പോകുന്നത്.
എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായോ? വീഡിയോയിൽ എത്രത്തോളം രീതിയിൽ അത് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ ശരിക്കും ഒരു 3D എഫക്റ്റ് കാണുന്ന പോലെ നമ്മൾ അതിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീൽ കിട്ടി കേട്ടോ. അങ്ങനെ പുറത്ത് കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പയ്യെ നടന്ന് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. വാപ്പ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു ചെറിയ ഓണം വ്ളോഗ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.